വഖഫ് ബോർഡ് നിയമത്തിൽ സമൂലമായ ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കം വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇന്ത്യയിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒന്നാണ് വഖഫ് ബോർഡ് നിയമം. അത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ താൽപര്യങ്ങളാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംഘടനകളുമായിട്ട് സംസാരിക്കേണ്ടതായിരുന്നു. അത് സംസാരിച്ചില്ല. ഇപ്പൊ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഉദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വഖഫ് നിയമങ്ങളിൽ വലിയ മാറ്റം വരുത്തി കോടാനുകോടി രൂപ വില വരുന്ന വഖഫ് ഭൂമികൾ ഉൾപ്പെടെ പലർക്കും വീതിച്ചു കൊടുക്കാനുള്ള ഗൂഢമായ ഉദ്ദേശം വരെ അതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ മുസ്ലിം ജനസമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് 1950കളിൽ പാസാക്കിയ നിയമമാണ് വഖഫ് ബോർഡ് നിയമം. അതിൽ വെള്ളം ചേർക്കാനും അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിയമം കൊണ്ടുവരാനുമുള്ള നീക്കമാണ് BJP ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത്. ഏതായാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിക്കും. ഇങ്ങനെയൊരു നിയമം പാസ്സാക്കുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ വകുപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷം പരിപൂർണമായി ശ്രമിക്കുന്നതാണ്. പക്ഷേ BJP ഗവൺമെന്റ് ഉദ്ദേശശുദ്ധി ശരിയല്ല എന്ന് തന്നെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഇപ്പോൾ വയനാട്ടില് പുതിയ ഒരു പുനരധിവാസ പദ്ധതി സർക്കാർ ആലോചിക്കുകയാണ്. ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം കവളപ്പാറ, പുത്തുമല തുടങ്ങിയ സ്ഥലങ്ങളുടെ ഇതുപോലുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പുത്തുമലയിൽ അംഗൻവാടി, സ്കൂൾ ഉൾപ്പെടെ വലിയ ടൗൺഷിപ്പാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഈ വീടുകൾ പോലും ചോർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ അംഗൻവാടിയില്ല, സ്കൂളില്ല. അപ്പോൾ ഇങ്ങനെയൊരു നിലനിൽക്കെ വയനാട്ടിൽ ഇതുപോലെ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ഈ പ്രതീക്ഷിക്കാറിൽ സർക്കാരിന്റെ? അത് കാര്യത്തിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുകൂടി ആലോചിച്ച് വേണം ആ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ചെയ്യാതെ വന്നതിൻ്റെതായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി 100 വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഒരു 5 വീട് എൻ്റേതായിട്ട് ഈ 100ൽ 5 വീട് ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല MLA-മാരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ 100 വീടുകൾ നിർമ്മിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനുവേണ്ടി എന്താണ് സ്ഥലം ഗവൺമെന്റ് തരുമോ, ടൗൺഷിപ്പ് ചൂണ്ടിക്കാണിച്ചു തരുമോ, ഇതൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. അതിൽ വ്യക്തത ഉണ്ടാക്കണം. പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം അവിടുത്തെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നിർമ്മാണം നടത്തേണ്ടത്. കാരണം പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കുകയാണല്ലോ. ഇപ്പൊ എല്ലാവരും സഹകരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഞങ്ങളൊക്കെ സമ്പൂർണ്ണമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. എല്ലാ MLA-മാരും MP-മാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ്. അതുകൂടാതെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെ മുൻകൈയെടുത്ത് അത് നിറവേറ്റാൻ പോകുന്നത്. അല്ല, സർവകക്ഷി യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്.